അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. നാലാമത്തെ ജുസിൽ ആലു ഇമ്രാൻ്റെ 93-ാമത്തെ ആയത്ത് മുതൽ ആലു ഇമ്രാൻ മുഴുവനും, അതുപോലെ സൂറ അൻ-നിസായിലെ 24-ാമത്തെ ആയത്ത് വരെയാണ് ഉള്ളത്. ആലു ഇമ്രാൻ്റെ നേരത്തെ പറഞ്ഞു വന്ന 3-ാമത്തെ ജുസിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഈ ജുസിൻ്റെ മുക്കാൽ ഭാഗവും. ആലു ഇമ്രാൻ്റെ മൊത്തം കാര്യങ്ങളുടെ പ്രമേയം തന്നെയാണ് ഈ ജുസിൻ്റെ മുക്കാൽ ഭാഗത്തും വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ജുസിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട ഇത്താഅത്തിനെ കുറിച്ചാണ്. എല്ലാ നബിമാരും അയക്കപ്പെട്ടിരിക്കുന്നത് അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഇത്താഅത്ത്, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ഇസ്ലാം എന്നത് ദീന് തന്നെയാണ്. സൂറ അൽ ബഖറയിൽ കൂടുതൽ ഈമാൻ കാര്യങ്ങൾ എംഫസൈസ് ചെയ്തപ്പോൾ ഈ ജുസിൽ സൂറ ആലു ഇമ്രാനിൽ കൂടുതൽ എംഫസൈസ് ചെയ്യപ്പെടുന്നത് ഇസ്ലാമാണ്, ഇത്താഅത്താണ്. വിശ്വാസികളോട് ഇവിടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ കിതാബ് നൽകപ്പെട്ട ജൂതരായ ആളുകളെ, അവരെ നിങ്ങൾ അനുസരിക്കരുത്. അവരെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കാഫിരിങ്ങളാക്കി മാറ്റും. ഈമാനിന് ശേഷം നിങ്ങൾ കുഫർ ചെയ്യുന്ന ആളുകളായി മാറും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊത്തുൽ കിതാബ യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ. അതുപോലെ ബനു ഇസ്രായേലരെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ റിബ വാങ്ങരുത്, അവരുടെ വാക്ക് കേട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്, അവരുടെ വാക്ക് കേട്ടുകൊണ്ട് മരണഭയത്താൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാതിരിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജുസിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. റിബയുടെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബ അദ്ആഫൻ മുളാഅഫ. ഇരട്ടിക്കിരട്ടിയായിട്ട് നിങ്ങൾ റിബ ഭക്ഷിക്കരുത്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം, നിങ്ങൾ വിജയികളായേക്കാം. അതിനെ തുടർന്ന് ഉടനെ പറയുന്നത് അത്തിഉല്ലാഹ വറസൂൽ ലഅല്ലക്കും തുർഹമൂൻ എന്ന, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും അനുസരണയുള്ളവരാകണം. ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കാതെ വിശ്വാസികൾ പ്രവർത്തിക്കുകയും അതിൻ്റെ ദുരനുഭവം അവർക്കുണ്ടാവുകയും ചെയ്തു. അതിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ടു. ആ ഒരു സംഭവം ഈ ജുസിൽ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവിടെ റസൂലിനോടുള്ള ഒരു അനുസരണക്കേട് കാണിക്കുകയാണ് ഉണ്ടായത് എന്ന് കരുതി റസൂലിനോടുള്ള ഇത്താഅത്തിൽ വീഴ്ച വന്നതിന് അവരെ ശിക്ഷിക്കുകയോ റസൂൽ അവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കുകയോ ഒന്നുമല്ല ഉണ്ടായത്. അള്ളാഹു പറയുന്നു, ഇൻ തുസ്ഇദൂന വലാ തൽഊന അലാ അഹദിൻ വറസൂലു യദ്ഉക്കും ഫീ ഉഖ്റാക്കും. റസൂൽ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ ഓടിക്കേറിപ്പോയി. അള്ളാഹു അതിൻ്റെ ഫലമായിട്ട് ഫഅസാബക്കും ഗമ്മൻ ബി ഗമ്മിൻ, നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ മേലെ ദുഃഖമാണ് നൽകിയത്. പക്ഷെ അങ്ങനെ നൽകിയത് എന്തിനാണ്? ലികൈലാ തഹ്സനു അലാ മാ ഫാതക്കും വലാ മാ അസാബക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ നിങ്ങൾക്ക് ഉണ്ടായതോ ആയ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളതിൽ ദുഃഖിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇങ്ങനെ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ പോയതിനെക്കുറിച്ച് ഈ ഭാഗത്ത് വീണ്ടും പറയുന്നത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി, രണ്ട് കൂട്ടർ ഏറ്റുമുട്ടിയ സമയത്ത് നിങ്ങൾ പിന്തിരിഞ്ഞതിനെ കുറിച്ച് പറയുന്നു. അത് ശൈത്വാന് വഴിതെറ്റിച്ചതാണ്. ഇന്നമസ്തസല്ലഹുമു ശൈത്വാനു ബിബഅളി മാ കസബു. അവർ സമ്പാദിച്ച ചില കാര്യങ്ങൾ കാരണത്താൽ, ചില സംഗതികൾ കാരണത്താൽ, അവരുടെ ചില അനുസരണക്കേട് കാരണത്താൽ ശൈത്താൻ വഴിതെറ്റിച്ചതാണ്. അള്ളാഹു പറയുന്നത് വലഖദ് അഫല്ലാഹു അൻഹും എന്നാണ്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരികയാണ്, അള്ളാഹു അഫൂവ് ചെയ്യുകയാണ്. ഇന്നല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഗഫൂറാണ്, ഹലീമാണ്. ഇങ്ങനെ സംഭവിച്ചിട്ട് അള്ളാഹു പുറത്തു തരാതിരിക്കുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള കാരണമാണ് നീ അവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നത്. നീ വളരെ പരുഷമായിരുന്നെങ്കിൽ അവരൊന്നും നിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പാപമോചനം തേടുക, അവരെ കാര്യങ്ങളിൽ കൂടിയാലോചനയിൽ ഉൾപ്പെടുത്തുക എന്നാണ് അള്ളാഹു പറയുന്നത്. അത് റസൂലിൻ്റെയും അള്ളാഹുവിൻ്റെയും കാരുണ്യമാണ്. മൂമിനുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, അള്ളാഹു പറയുന്നത് മൂമിനുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കിട്ടി എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ്.
അതിനുശേഷം എന്തെങ്കിലും അനുസരണക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റസൂല് എപ്പോഴും മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. റസൂലിൻ്റെ വ്യക്തിത്വം അങ്ങനെയായിരുന്നു. അള്ളാഹുവും പുറത്തു കൊടുക്കുകയാണ് മൂമിനുകൾക്ക്. മൂമിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ കിട്ടിയെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ആ അനുഗ്രഹം ഉള്ളത് കാരണം അത് വലിയ അനുഗ്രഹമാണ്, അതിലേക്ക് അവരെത്തിയതാണ്. അങ്ങനെ അള്ളാഹു എത്തിച്ചത് കാരണം അവർക്ക് റസൂലിനോടുള്ള ഇത്താഅത്തിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ അവരിൽ ഒരു ത്വരയുണ്ട്. അവർ ആ അനുഗ്രഹം അനുഭവിച്ചതുകൊണ്ട് അത് കാരണം അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അള്ളാഹു പറയുന്നത് വമാ അസാബക്കും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹി വലിയ അലമൽ മുഅ്മിനീൻ എന്ന. അള്ളാഹു ഇങ്ങനെ ഈ ഒരു സമയത്ത് ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് സംഭവിപ്പിച്ചതിനൊരു കാരണമുണ്ട്. വലിയ അലമൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, ശരിക്ക് ട്രസ്റ്റുള്ളവരാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുപോലെ വലിയ അലമല്ലദീന നാഫഖു, മുനാഫിക്കുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. മുനാഫിക്കുകളല്ലാതെ ശരിക്ക് ട്രസ്റ്റുള്ള ഖേദിച്ച് മടങ്ങിയ ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇത്താഅത്ത് ഉണ്ടാകണമെന്നും അതിന് വിപരീതമായിട്ട് ജൂതരോടൊന്നുള്ള ഇത്താഅത്ത് ഉണ്ടാകരുതെന്നും അള്ളാഹു പറയുമ്പോൾ, അവർ മുനാഫിക്കുകളാണെന്നും അവർ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പറയുമ്പോൾ, അതോടൊപ്പം യുദ്ധത്തിൽ പോയിട്ട് പരിക്കൊക്കെ പറ്റുമ്പോൾ, അപകടം പറ്റുമ്പോൾ റസൂലിനോടുള്ള ഇത്താഅത്തോടെ, ഇനി റസൂലിന് ശേഷമാണെങ്കിൽ റസൂലിൻ്റെ ഖലീഫമാരായിട്ടുള്ള ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന റസൂലിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്, വാരിഥ്യങ്ങളായിട്ടുള്ള ഖുലഫാക്കളായിട്ടുള്ള ആളുകളുണ്ട്, റസൂലിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന റസൂലിൻ്റെ അനന്തരാവകാശികൾ, അവർക്കുള്ള ഇത്താഅത്ത്. അപ്പോൾ അവരോടൊക്കെയുള്ള ഇത്താഅത്ത് കാരണം ചിലപ്പോൾ ചില അപകടങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിച്ചെന്ന് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്താഅത്ത് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ പറയുന്ന കേട്ട് ഇവിടെ നിന്നിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നില്ല, ഇത് പോയതുകൊണ്ട് കൊല്ലപ്പെട്ടതല്ലേ എന്നൊക്കെ പറയുന്ന വാക്കുകൾ മുനാഫിക്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ ഭാഗത്ത് അള്ളാഹു പറയുന്നു വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ കരുതണ്ട, അവരങ്ങനെ ഗണിക്കണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിങ്കിൽ അവർ ജീവിക്കുന്നവരും അവർ റിസ്ക് നൽകപ്പെടുന്നവരുമാണ്. മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരേ അവസ്ഥയല്ല. മരണപ്പെട്ട ആളുകളിൽ വിചാരണ കൂടാതെ നേരത്തെ സ്വർഗപ്രവേശം കിട്ടുന്ന ആളുകളുണ്ട്. വിചാരണയൊന്നും ഇല്ലാതെ സ്വർഗപ്രവേശം ലഭിക്കുന്നവരിൽപ്പെട്ടവരാണ് യുദ്ധത്തിൽ ഷഹീദാകുന്ന ആളുകൾ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, നബിമാരുണ്ട്, ഔലിയാക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. ഇവരൊന്നും വിചാരണ കൂടാതെ സ്വർഗപ്രവേശം ലഭിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും. അവരെക്കുറിച്ചുള്ള നമ്മുടെ ഈമാൻ അങ്ങനെയാണ്. അതുകൊണ്ട് മരിച്ചവരെക്കുറിച്ച് കൊല്ലപ്പെട്ടവർ ആണ് അവർ മരിച്ചവരാണെന്ന് കരുതേണ്ട, കൊല്ലപ്പെട്ടവരെക്കുറിച്ച് അവർ അള്ളാഹുവിങ്കൽ ജീവിക്കുന്നവരാണ്. അതുപോലെ മുനാഫിക്കുകളായ റസൂലിന് ഇത്താഅത്തില്ലാത്ത, റസൂലിൻ്റെ ഇത്താഅത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകൾ അവർ പറയുന്ന ഒരു വാദമുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ റസൂലിൽ വിശ്വസിക്കുന്നുള്ളത്. ചില നബിമാരോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു ആയത്തിറക്കി തന്നാൽ വിശ്വസിക്കാം. ആ സമയത്തൊക്കെ അള്ളാഹു പറയുന്നുണ്ട് എത്ര ആയത്തുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, എത്ര ആയത്തുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ യഹൂദരായ ആളുകൾ പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു റസൂലിനും വിശ്വസിക്കരുത്, കുർബാന തീ തിന്നുന്ന കുർബാന ഇല്ലാതെ അത് കൊണ്ടുവരാതെ, ബേൺഡ് ഓഫറിങ് കൊണ്ടുവരാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നത് പറയുക ഖദ് ജാഅക്കും റസൂലും മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് അനേക റസൂലുമാർ വന്നു, ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകളുമായിട്ട് വന്നു, അപ്പോഴൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നു തന്നെ കളഞ്ഞത്. നബിമാരെ കൊന്ന ഒരു ജനത എന്ന ദുഷ്പേര് അവർക്കുണ്ട്. അത് അവരുടെ ഇടയിൽ വന്ന നബിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ബൈബിളിലൊക്കെ നമുക്ക് കാണാനും കഴിയും. അപ്പോൾ എന്തിനാണ് നിങ്ങൾ നബിമാരെ കൊന്നു കളഞ്ഞത്? അള്ളാഹുവിടെ പറയുന്നുണ്ട് ഫൈൻ കദബൂക ഫഖദ് കുദിബ റസൂലും മിൻ ഖബ്ലിക, നിന്നെ അവർ നിഷേധിക്കുകയാണെങ്കിൽ നിനക്ക് മുമ്പുള്ള റസൂലുമാരെയും അവർ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലാകട്ടെ, റസൂലിന് ശേഷമുള്ള പ്രതിനിധികളാകട്ടെ, അവരെയൊക്കെ നിഷേധിക്കുന്നത് അതിനു മുമ്പും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ന്യായങ്ങൾ പറയുക മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി കൂടെ ഇത്താഅത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത്താഅത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ പറയുന്ന ഇത്തരം ന്യായങ്ങളും, മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ ഇത്താഅത്തുള്ളവരാണ്, ഇത്താഅത്തിൽ വീഴ്ച വരുമ്പോൾ അവർ ഇസ്തിഗ്ഫാറോടുകൂടെ മടങ്ങുന്നവരാണ്. ആ ഇസ്തിഗ്ഫാർ ഈ ഭാഗത്ത് നന്നായിട്ട് എംഫസൈസ് ചെയ്യപ്പെടുന്നുണ്ട്.
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളു അസ്സമാവാത്തു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറയുന്ന കാണാം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് ഓടി അടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. മാത്രമല്ല വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ലലമു അൻഫുസഹും ദക്കറുല്ലാഹ്, എന്തെങ്കിലും ഒരു മ്ലേച്ഛമായ കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ അള്ളാഹു ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് അവർ അള്ളാഹുവോട് പാപമോചനം ഇസ്തിഗ്ഫാർ ചെയ്യും. റസൂലിനോടുള്ള ഇത്താഅത്തോടുകൂടെ പൂർണ്ണമായിട്ട് റസൂലിനെ അനുസരിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെടുക വരെ ചെയ്ത ആളുകളെക്കുറിച്ച് പറയുന്നത് ഉലായിക ജസാഉ മഗ്ഫിറത്തും മിർ റബ്ബിഹിം എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് അവർക്കുണ്ട്. അവർ റസൂലിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ്. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വർ റസൂൽ മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, പരിക്കൊക്കെ പറ്റിയിട്ടും അവർക്ക് പ്രയാസം ഉണ്ടായിട്ടും അവർ തിരിച്ച് ഇസ്തിഗ്ഫാറോടുകൂടെ മടങ്ങി വന്ന ആളുകളാണ്. അവർ മുനാഫിക്കുകളല്ല. അവരുടെ പ്രാർത്ഥന ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ സൂറയുടെ അവസാന ഭാഗത്ത്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബി റബ്ബിക്കും ഫആമന്ന. റബ്ബേ, ഞങ്ങളൊരു വിളിക്കുന്ന ആളുടെ വിളി കേട്ടു. അദ്ദേഹം ഈമാനിലേക്ക് ഞങ്ങളെ വിളിക്കുകയാണ്. ആമിനു ബി റബ്ബിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന എന്നാണ്. നമ്മൾ കഴിഞ്ഞ ജുസിലും പറഞ്ഞിരുന്നു ഇസ്തിഗ്ഫാറിനെ കുറിച്ച്. ഇസ്തിഗ്ഫാർ വിശ്വാസികളുടെ വലിയ ഒരു ആയുധമാണ്. ഈ ഭാഗത്ത് അത് വളരെയധികം എംഫസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. മുഅ്മിനുകളുടെ ദുആ അതാണ്. ഞങ്ങളൊരു വിളിയാളൻ്റെ വിളി കേട്ടു ഈമാനിലേക്ക്, ഞങ്ങൾ അതിനുത്തരം നൽകി റബ്ബേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബന കഫിർ അന്നാ സയ്യാത്തിന വതഅഫന മഅൽ അബ്റാർ, നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടണേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മറച്ചു കളയണേ എന്ന് പറയുന്നു. റബ്ബന വആതിന മാ വഅതന അലാ റസൂലിക, നിൻ്റെ പ്രവാചകന്മാർക്ക് റസൂലുമാർക്ക് നീ നൽകിയ വാഗ്ദാനം, നീ ചെയ്ത വാഗ്ദാനം അത് നീ ഞങ്ങൾക്ക് നൽകണേ. വലാ തുഖ്സിന യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഈ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം നമുക്കിവിടെ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്. സൂറ അൽ ബഖറയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് ബഖറയും അവസാനിക്കുന്നത്. ആലു ഇമ്രാൻ്റെയും അവസാനത്തിൽ അങ്ങനെ പ്രാർത്ഥനയാണ്. പക്ഷേ ഇവിടെ ആലു ഇമ്രാനിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം കാണാൻ കഴിയും. ഫസ്തജാബലഹും റബ്ബുഹും എന്ന് പറയുന്നുണ്ട്. റബ്ബ് അവർക്ക് ഉത്തരം നൽകി. അന്നീ ലാ ഉലിയു അമല ആമിലി മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ നിന്നൊരാണും പെണ്ണും ചെയ്യുന്ന ഒന്നും പാഴാക്കി കളയില്ല. നിങ്ങൾക്ക് ഈ റസൂലിൽ ട്രസ്റ്റ് ഉണ്ട്, അള്ളാഹിൽ ട്രസ്റ്റ് ഉണ്ട്, ഇത്താഅത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമലൊന്നും അവൻ പാഴാക്കി കളയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ബഅ്ലുക്കും മിൻ ബഅ്ൽ, പരസ്പരം കുടുംബക്കാരാണ്. അതുകൊണ്ട് ഫല്ലദീന ഹാജറു വ ഖുരിജു മിൻ ദിയാരിഹിം വ ഊദു ഫി സബീലി വഖാതലു വഖുതിലു ലൗ കഫിറന്ന അൻഹും സയ്യിആതിഹിം വല ഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത ആളുകൾ, ജിഹാദ് ചെയ്ത ആളുകൾ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ, കൊല്ലുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ആളുകളുടെ ഒക്കെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും, സ്വർഗത്തിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്യും. അള്ളാഹു എന്നിട്ട് പറയുന്ന ഒരു വാക്ക് സവാബും മിൻ ഇൻദില്ലാഹി വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ് എന്ന. ഈ സ്വർഗമോ ഇതൊന്നുമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹുസ്നു, ഏറ്റവും നല്ല സവാബ്, ഉത്തമമായ പ്രതിഫലം അള്ളാഹുവിലാണ്, അള്ളാഹുവിൻ്റെ അടുത്താണുള്ളത്. അത് അള്ളാഹു ഒരുക്കി വെച്ച നുസുലം മിർ റബ്ബി റഹീം എന്നൊക്കെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിരുന്ന്. അതൊന്നുമല്ല, അള്ളാഹു ഒരുക്കിയ വിരുന്നിനേക്കാളൊക്കെ അള്ളാഹുവിൻ്റെ സ്വന്തം അടുക്കൽ ഉണ്ട് ഏറ്റവും ഉത്തമമായ സംഗതി. അപ്പോൾ അക്കാര്യം കൂടെ അള്ളാഹു പറയുന്നുണ്ട്. റസൂലിനോടുള്ള ഇത്താഅത്തിലൂടെ അള്ളാഹുവിനെ തന്നെ കിട്ടുക എന്നുള്ളതാണ്. റസൂലിനോടുള്ള ഇത്താഅത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, നിങ്ങൾ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നഷ്ടപ്പെടരുത്. ഏറ്റവും വിലപിടിപ്പുള്ളത് അള്ളാഹുവാണ്. വിലപിടിപ്പുള്ള കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ തന്നെ സൂക്ഷിച്ച് നിർത്തണം, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സൂക്ഷിക്കണം, അള്ളാഹുമായിട്ടുള്ള അടുപ്പം സൂക്ഷിക്കണം, അള്ളാഹുവിനെ തന്നെ നമ്മൾ പൊസസ് ചെയ്ത് നിൽക്കണം. വലാത്ത മൂത്തുന്ന ഇല്ലാ വന്ത് മുസ്ലിം, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഇവിടെ മൂമിൻ എന്ന് പറയുന്നത് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇസ്ലാം വളരെ ബ്രോഡാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഖാസായ സാധനമാണ് ഈമാൻ. മുസ്ലിമായിട്ട് മരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂമിനായിട്ടും അല്ലാതെ നിങ്ങൾ മരിക്കരുത്. വഅതസിമു ബിഹബിലില്ലാഹി ജമിയ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ, അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെയൊക്കെ നിങ്ങൾ ഓർക്കൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് നേരത്തെ ബനു ഇസ്രായേലിൽ ഭിന്നിച്ച പോലെ ഭിന്നിക്കരുതെന്നും അള്ളാഹു ഇറക്കി തന്ന കയറിനെ മുറുകെ പിടിക്കണമെന്നാണ്. ഖുർആന്, റസൂലിന് ശേഷമുള്ള ഖലീഫമാരൊക്കെ അള്ളാഹു ഇറക്കി തരുന്ന കയറാണ്, അതിനെ മുറുകെ പിടിക്കണം, ഭിന്നിക്കരുത്. നബിമാർക്ക് ശേഷം നബിമാർ 1 by 1 ആയിട്ട് ബനു ഇസ്രായേലിയർക്ക് വന്നിരുന്നു, അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. അവർ മൂസ അംഗീകരിച്ചു, പിന്നെ വന്ന ചിലരെ അംഗീകരിച്ചു,
അങ്ങനെയൊക്കെ ഭിന്നിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭിന്നിക്കരുത് എന്ന് അല്ലാഹു പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ആകേണ്ടത് വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. വൽതക്കും മിൻകും, നിങ്ങൾ ആകുക തന്നെ ചെയ്യണം. ഉമ്മത്താകണം. നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകണം എന്നല്ല. ഇവിടുത്തെ മിന്ന് തബഈലിൻ്റെ ഒരു പാർട്ട് പറയുന്ന മിന്നല്ല, തബീനിൻ്റെ മിന്നാണ്. നിങ്ങളാണ് ആകേണ്ടത്. ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് നയിക്കുന്ന ഉമ്മത്ത് നിങ്ങളാകണം. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് അള്ളാഹു പറയുന്നു. ഈ കാര്യം വീണ്ടും സഹാബികളെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്ന കാണാം. നിങ്ങളാണ് ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് സഹാബികളെക്കുറിച്ച് പറയുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിറ്റി നിങ്ങളാണ് എന്ന് സഹാബികളോട് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു അടിവരട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹു പറയുന്നു, വലൗ ആമന അഹ്ലുൽ കിതാബി ലക്കാന ഖൈറൻ. അഹ്ലുൽ കിതാബ് വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് ബെറ്ററായിരുന്നു. മിൻഹുമുൽ മുഅ്മിനൂൻ വഅക്തറുഹുൽ ഫാസിഖൂൻ, അവരിൽ ഈമാനുള്ള ആളുകളുണ്ട്, എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഫാസിഖുകളാണ്. ളുരിബത്ത് അലൈഹിമുദ്ദില്ല ഐനമാ സുഖിഫു ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹ് വഹബിലിൻ മിനന്നാസ്, അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും അവരിൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ജനങ്ങളുടെ ഒരു സപ്പോർട്ടോ ജനങ്ങളുടെ കയറോ അള്ളാഹുവിൻ്റെ കയറോ ഒന്നുമില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വബാഉ ബി ഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ച ആളുകളാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആലിക ബി അന്നഹും കാനൂ യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അയക്കുന്ന നബിമാർ അള്ളാഹുവിൻ്റെ ആയത്താണ്. നബിമാർക്ക് പുറമേ നബിമാരായിട്ട് വരുന്നു, റസൂലുള്ള വരുന്നു, റസൂലുള്ളാഹിക്ക് ശേഷം അള്ളാഹു റസൂലിൻ്റെ ഖലീഫമാരുണ്ടാകുന്നു. ഇതൊക്കെയും ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ആയത്തുകളാണ്. അള്ളാഹു ഇറക്കുന്ന കിതാബ് ആയത്താണ്. ഇതിനൊക്കെ നിഷേധിക്കുന്നത് വലിയ കുഫറാണ്. അതിനെയൊക്കെ നിഷേധിക്കുന്നു. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്, അന്യായമായി അമ്പിയാക്കളെ കൊല്ലുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സമുദായത്തിന് ഇതിലെന്ത് പാടാണുള്ളത്. ബനൂ ഇസ്രായേലരുടെ ചെയ്തിയൊക്കെ നമുക്ക് പാഠമാണ്. നമ്മുടെ ഉമ്മത്തിൽ നബി ഇല്ലെങ്കിലും നബിമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ബനൂ ഇസ്രായേലരുടെ നബിമാരുടെ സ്ഥാനത്താണ് എന്ന് റസൂൽ പറഞ്ഞ റസൂലിൻ്റെ പ്രതിനിധികളുണ്ട്. അവരോട് അനുവർത്തിക്കുന്ന നിയമം, അവരെ കൊല്ലുക, അവരെ ആക്ഷേപിക്കുക, അവരെല്ലാം അവിശ്വസിക്കുക, അവരെ ചീത്ത പറയുക, ഇതൊക്കെയും ബനൂ ഇസ്രായേലർ നബിമാരോട് ചെയ്തതുപോലത്തെ കുഫറാണ്. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അതൊക്കെ അവർ അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതാഅത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വലിയ പാഠമാണ്. ഇതൊക്കെ അള്ളാഹു പറയുന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് അള്ളാഹു പ്രത്യേകം ഊന്നി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അഹ്ലുൽ കിതാബിൽ ചില ആളുകളുണ്ട്. വഇന്ന മിൻ അഹ്ലിൽ കിതാബി ലമൻ യുഅ്മിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം, അവരിലിറക്കിയതും നിനക്കിറക്കിയതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൽ ഈമാനുള്ള ആളുകൾ ഖാശിഈന ലില്ലാഹി ലാ യശ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് അള്ളാഹിൻ്റെ ആയത്തുകളെ വിറ്റുകളയാത്ത ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ കാര്യം നേരത്തെ 3-ാമത്തെ ജുസിൻ്റെ അവസാനത്തിലും അള്ളാഹു പറയുന്നുണ്ട്. ഈ കാര്യം 3-ാമത്തെ ജുസിൻ്റെ അവസാനത്തിലും അള്ളാഹു പറയുന്നുണ്ട്. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅ്മന്നു ബി ഖിൻതാരിൻ യുഅദ്ദി ഇലൈക വമിന്നും മൻ ഇൻ തഅ്മന്നു ബി ദീനാരിൻ ലാ യുഅദ്ദി ഇലൈക ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, അവരിൽ നീ ഒരു സ്വർണ്ണക്കൂമ്പാരം നൽകിക്കഴിഞ്ഞാലും നിനക്ക് തരുന്ന ആളുകളുണ്ട്, ഒരു ദീനാറ് കൊടുത്താൽ പോലും തിരിച്ചു തരാത്ത ആളുകളുണ്ട് എന്നുള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദീനാറ് പോലും തിരിച്ചു അങ്ങനെ ഒരു ദീനാറ് പോലും തിരിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം അള്ളാഹു പറയുന്നത് ഖാലു ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ, അറബികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വിജാതീയരായ ആളുകൾ, ജൂതരല്ലാത്ത വിജാതീയരുടെ ഉമ്മീകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്ന് അവർ ധരിച്ചത് കൊണ്ടാണ്, അങ്ങനെ ഒരു വീക്ഷണം വെച്ച് പുലർത്തിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനെ വിശ്വസിച്ച ആളുകളുണ്ട്. അങ്ങനെ അല്ലാതെ നല്ല തഖ്വയുള്ള ആളുകളുണ്ട്. പുതിയൊരു നബി വന്നു കഴിഞ്ഞാൽ നബിയെ നിഷേധിക്കുമൊന്നുമില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അത് അള്ളാഹുവിൻ്റെ വലിയകളെ അംഗീകരിച്ചില്ലെങ്കിലും പിൻപറ്റിയില്ലെങ്കിലും അവരെ നിഷേധിക്കുകയോ തള്ളുകയോ ചീത്ത പറയുകയൊന്നും ചെയ്യാത്ത ആളുകളുണ്ട്. അവർ നല്ല ആളുകളാണ്. അങ്ങനത്തെ നല്ല ആളുകൾ എപ്പോഴും എല്ലാ ഉമ്മത്തിലും ഉണ്ട്. അതുകൊണ്ട് ഇത്താഅത്തുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ജുസിൽ സൂറ ആലു ഇമ്രാൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് ഈ ജുസിൽ കുറഞ്ഞ ഭാഗം ഒരു 24 ആയത്ത് വരുന്നത് സൂറ നിസായിലെയാണ്.